നമ്മളെല്ലാ ടീമിലുണ്ടാവും കുറെ വാഴകൾ. ഞങ്ങളെ ടീമിലുണ്ട് കുറെ വാഴകൾ. അതിൽ ആദ്യത്തെ വാഴ മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് ആദ്യത്തെ വാഴ. ഞാൻ എങ്ങനെ ക്രിക്കറ്റ് വാഴ ആയി എന്ന് ചോദിച്ചാല് ഇതാ എന്റെ ബാറ്റിംഗ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ എങ്ങനെ വാഴായി. ഒട്ടുമിക്ക ക്രിക്കറ്റ് വാഴകളെ പോലെ തന്നെ എനിക്കും ഒരു പ്രശ്നമുണ്ട്. ഞാൻ എങ്ങനെ വീശിയാലും എന്റെ ബാറ്റിൽ ബോൾ കൊള്ളൂല. അങ്ങനെ എല്ലാ മാച്ചിന് ശേഷവും ഇക്കാടേന്നുള്ള ഊക്ക് കൊള്ളല് അത് എനിക്കൊരു ശീലമായി മാറി. പെട്ടെന്നാണ് അത് ഉണ്ടായത്. ഇക്കാക്ക് ഒരു കളിയിൽ ബാറ്റിംഗ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് മിക്ക പഴയ ക്ലബായ സ്കൈലാർക്കിൽ നിന്നും അടിച്ചു പിരിഞ്ഞ് പുതിയ ക്ലബായ ഓസീസ് എന്ന ക്ലബ് ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പഴയ ക്ലബായ സ്കൈലാർക്കും ഇക്കാടെ, അതായത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ക്ലബായ ഓസീസും തമ്മിൽ നാട്ടിലൊരു പ്രധാനപ്പെട്ട ടൂർണമെന്റിൽ ഫൈനൽ വരുന്നത്. ഇക്കാടെ അഭിമാന പോരാട്ടമാണ്. പക്ഷെ കളിയില് നമ്മള് അത്യാവശ്യം ഇക്ക നന്നായി കളിച്ച കാരണം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കോർ എത്തി. പക്ഷെ ഞാൻ പതിവ് പോലെ തന്നെ അത്യാവശ്യം നല്ല കറക്ക് ഇറങ്ങി ഒരു 7 ബോളിൽ റൺ അടിച്ച് എങ്ങനെ ഇക്കാടെ ചീത്തയിൽ നിന്ന് രക്ഷപ്പെടുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ആ പ്രതിഭാസങ്ങളെ കണ്ടുമുട്ടുന്നത്. ഇതാണ് ഞങ്ങളെ ടീമിലെ രണ്ടാമത്തെ വാഴ, പേര് യൂസഫ്. ഇവനൊരു പ്രത്യേകതയുണ്ട്. ഇവൻ എങ്ങനെ ബോള് പിടിക്കാൻ നോക്കിയാലും പിടിക്കാൻ പറ്റില്ല. അവരുടെ പ്രധാനപ്പെട്ട ബാറ്റ്സ്മാൻമാരുടെ 4 ക്യാച്ചും 2 ഫോറും വിട്ടുകൊടുത്തു നമ്മളെ പുറത്ത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇക്കാടെ ഊക്കിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മറ്റൊരു പ്രതിഭാസത്തിന്റെ കടന്നുവരവ്. പേര് അച്ചപ്പു. ഇവൻ ഒരു പ്രത്യേകത അല്ല കേട്ടോ, ഒരുപാട് പ്രത്യേകതകളുണ്ട്. മെയിൻ പ്രത്യേകത ഞങ്ങൾ അറിഞ്ഞത് കളി കഴിഞ്ഞപ്പോഴാണ്. അവർക്ക് ജയിക്കാൻ ലാസ്റ്റ് ഓവറിൽ വേണ്ടിയിരുന്നത് വെറും 40 റൺസാണ്. 6 ബോളില് 6 സിക്സ് അടിച്ചാലും ജയിക്കില്ല. പക്ഷെ ഞങ്ങളുടെ മുത്തും കൂടെ എന്താ ചെയ്തത്, 4 ബോളിൽ കളി ജയിക്കും. ഓരോ സിക്സ് കിട്ടുമ്പോഴും അവന്റെ ഓരോ അഭിനയുണ്ട്. എന്റെ പൊന്നു, ഇവൻ വാഴ ടീമിന്റെ ക്യാപ്റ്റൻ തന്നെ. അങ്ങനെ ഒറ്റ കൂക്ക് വാങ്ങിയിരുന്ന എനിക്ക് 2 കൂട്ടായി. 1 അച്ചപ്പ് വാഴ, 2 യൂസഫ് വാഴ. ഇപ്പൊ ഞാൻ ഒറ്റക്കല്ല. ഊക്ക് വാങ്ങുമ്പോഴെല്ലാം എനിക്ക് കൂട്ടിന് അവരുണ്ടായി, എന്റെ സ്വന്തം വാഴകൾ.